ഒരാൾ നിങ്ങളോട് ഇങ്ങോട്ട് വന്നിട്ട് ഇഷ്ടമാണെന്ന് പറയാൻ എന്താ ചെയ്യണ്ടേ? ഒരു മാനിഫെസ്റ്റേഷൻ സീക്രട്ട് പറഞ്ഞു തന്നാലോ? നിങ്ങൾക്കൊരാളെ ആത്മാർത്ഥമായിട്ട് ഇഷ്ടമാണ് എന്ന് വിചാരിക്കുക. ആ വ്യക്തിയോട് ഇഷ്ടം തുറന്നു പറയാൻ മടിയുണ്ട്. ഇങ്ങോട്ട് പറയിപ്പിക്കാൻ ഇതാ ഒരു സീക്രട്ട്. ഒരു പ്രാക്ടീസാണ്, കുറച്ച് സ്റ്റെപ്പുകളുണ്ട്, അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. ഈ ടോപ്പിക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. രാത്രിയാണ് ഇത് ചെയ്യേണ്ടത്. രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപ് ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു പവർഫുൾ ആയിട്ടുള്ള അഫർമേഷൻ അത് മനസ്സിലിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുക, ഒരു 5 മിനിറ്റ്സോളം. അത് പറയുന്നതിൻ്റെ കൂടെ തന്നെ പ്ലസ് മോർണിംഗിൽ ഒരു പവർഫുൾ വിഷ്വലൈസേഷൻ കൂടിയുണ്ട്. അപ്പോൾ അത് രണ്ടും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഇപ്പോൾ തിരക്കിലാണെങ്കിൽ എങ്ങോട്ടെങ്കിലും ഷെയർ ചെയ്ത് കടുക. ഫ്രീ ആവുന്ന സമയത്ത് പൂർണ്ണമായിട്ടും കാണുക, എന്നിട്ട് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ നൈറ്റിൽ പറയേണ്ട അഫർമേഷൻ ഒന്ന് നോട്ട് ചെയ്തെടുത്തോ. അവൾക്ക് എന്നോട് അടുപ്പം തോന്നുന്നു, അവൾ എന്നെ ആഗ്രഹിക്കുന്നു, അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് അവൾ എന്നോട് തുറന്നു പറയുന്നു. ഇതൊരു പുരുഷനാണ് ചെയ്യുന്നതെങ്കിൽ ഈ 3 അഫർമേഷൻസ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി ഇതുപോലെ തന്നെ ഒരു സ്ത്രീയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ലേഡിയാണ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ ഇവിടെ അവൾക്ക് എന്ന് എഴുതിയോടത്തൊക്കെ അവൻക്ക് എന്നുള്ള രീതിയിലായി മാറും. അല്ലെങ്കിൽ അവിടെ നിങ്ങൾ പേര് മെൻഷൻ ചെയ്താലും മതി, പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അവന് എന്നോട് അടുപ്പം തോന്നുന്നു, അവൻ എന്നെ ആഗ്രഹിക്കുന്നു, അവൻ എന്നെ ഇഷ്ടമാണെന്ന് എന്നോട് തുറന്നു പറയുന്നു, ഇങ്ങനെയായി മാറും. അപ്പോൾ ഇത് ഞാൻ കൃത്യമായിട്ട് ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരാം, നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട. മുകളിൽ വാട്സപ്പ് നമ്പർ ഉണ്ട്, ആ നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് ഇട്ടിട്ട് ഇഷ്ടമാണെന്ന് നിങ്ങളോട് പറയാൻ എന്നൊന്ന് അതിലേക്ക് ടൈപ്പ് ചെയ്യുക നമ്പറിലോട്ട്, മുകളിലത്തെ നമ്പറിലോട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാനിത് ഫ്രീ ആയിട്ട് ടെക്സ്റ്റ് ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ ഈ അഫർമേഷനാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? രാത്രിയിൽ ചെയ്യേണ്ടത്. കിടക്കുന്നതിന് തൊട്ട് മുമ്പ് 5 മിനിറ്റ് മനസ്സിൽ റിപ്പീറ്റ് ചെയ്ത് പറയാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു മോർണിംഗിൽ ഒരു പരിപാടി കൂടി ഉണ്ടെന്ന്. രാവിലെ എണീറ്റ ഉടനെ കണ്ണുകൾ അടയ്ക്കുക, എന്നിട്ട് വിഷ്വലൈസേഷൻ ചെയ്യണം. എന്താണ് വിഷ്വൽ ചെയ്യേണ്ടത്? ഈ വ്യക്തി നിങ്ങളോട് കൂടുതൽ അടുക്കുന്നതായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചിലപ്പോൾ ഒരു ഡിസ്റ്റൻസിലായിരിക്കും നിന്ന് സംസാരിക്കുന്നുണ്ടാവുക, അപ്പോൾ കുറച്ചുകൂടി ചേർന്ന് നിന്ന് സംസാരിക്കുന്നതായിട്ട് മനസ്സിൽ കാണാം. അടുത്തിരിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക, അപ്പോൾ ചേർന്ന് ഇരിക്കുന്നതായിട്ട് വിഷ്വലൈസേഷൻ ചെയ്യുക. നിങ്ങളോട് ഫോണിൽ സംസാരിക്കുന്ന ടോണ് ഒരു ഫ്രണ്ട്ലി ടോൺ ആയിരിക്കും, അത് കുറച്ച് മാറി ഒന്ന് റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കുന്നതായിട്ട് വിഷ്വൽ ചെയ്യുക. നിങ്ങൾ ചിലപ്പോൾ ചായ കുടിക്കാനൊക്കെ ഒന്നിച്ച് പോകുന്നുണ്ടെങ്കിൽ അത് ഒന്നുകൂടി റൊമാൻറ്റിക് ആയിട്ട് നിങ്ങൾ ടീ കുടിക്കുന്നു, ഡേറ്റ് ചെയ്യുന്നു, ആ ഒരു രീതിയിലോട്ട് വിഷ്വലൈസേഷൻ ചെയ്യുക. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളോട് കൂടുതൽ അടുക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് ഇപ്പോൾ ഈ നിമിഷം നടക്കുന്നതായിട്ട് മനസ്സിൽ കണ്ടുകൊണ്ട് ചിത്രവൽക്കരിക്കുക. എന്നിട്ട് അത് മാക്സിമം ഫീൽ ചെയ്യണം കേട്ടോ. ഫീലിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഫീൽ ചെയ്ത് കണ്ടിട്ട് വേണം നിങ്ങൾ എണീക്കാൻ. ഒറ്റ വാക്ക് പറഞ്ഞാൽ ആ വ്യക്തി നിങ്ങളോട് കൂടുതൽ അടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോരോ സിറ്റുവേഷൻസ് മനസ്സിൽ കൃത്യമായിട്ട് കാണുകയും അത് മാക്സിമം ഫീൽ ചെയ്യുകയും ചെയ്യുക. ഇതാണ് മോർണിംഗിൽ ചെയ്യേണ്ടത്. എണീറ്റ ഉടനെ ബെഡിൽ തന്നെ കിടന്ന് ചെയ്യുക, കണ്ണടച്ചിട്ട്. അതിനുശേഷം എണീറ്റാൽ മതി. ഇത് തുടർച്ചയായിട്ട് ഒരു 2 വീക്സ് അല്ലെങ്കിൽ മാക്സിമം 3 വീക്സ് ചെയ്തു കഴിഞ്ഞാൽ 21 ദിവസത്തിനുള്ളിൽ തന്നെ ആ വ്യക്തി നിങ്ങളോട് ഇഷ്ടമാണെന്ന് തുറന്നു പറയും. കൃത്യമായി ആ അർത്ഥം മനസ്സിലാക്കി ഫീൽ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ മാനിഫെസ്റ്റ് ആവും. പിന്നെ നിങ്ങൾ വല്ലാണ്ട് അങ്ങോട്ട് ചേസ് ചെയ്യണ്ട, പുറകെ നടക്കേണ്ട ആവശ്യമില്ല. ഇഷ്ടമാണെന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് വേണമെന്ന് എഴുതിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത് നാച്ചുറലി സംഭവിച്ചിരിക്കും. നമ്മുടെ തോട്ടിന് അത്രയും പവറുണ്ട്. തോട്ടിന് മാത്രമല്ല, നമ്മുടെ ഫീലിങ്സിന്, നമ്മുടെ ഇമാജിനേഷന് ഒക്കെ പവറുണ്ട്. ആ പവർ യൂസ് ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പേഴ്സണൽ ഗൈഡൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വിളിക്കാം. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാം, അതിനുള്ള സൊല്യൂഷൻസ് ഞാൻ തരുന്നതാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുക. പിന്നെ ഈ മാനിഫെസ്റ്റേഷനൊക്കെ ആയി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കണം, റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ, അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡ്രീം റിലേറ്റഡ് ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ, ഇതൊക്കെ നമ്മൾ പരിശീലനം നൽകുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും രീതിയിലുള്ള സർവീസുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെറിയ പേയ്മെൻ്റ് ഉണ്ടായിരിക്കും.
അതിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം. പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യും. അത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരിക്കും, യാതൊരു സംശയവുമില്ല. ഓക്കെ, അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.